ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ന്യൂ ഇയറിൻ്റെ അന്നത്തെ വീഡിയോ ആണിത് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഞാൻ പള്ളിയിലൊക്കെ പോയി തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അപ്പവും പിന്നെ ഞാനിന്ന് താറാവ് കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് താറാവൊക്കെ ഞാൻ തലേദിവസം മേടിച്ച് കഴുകി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്ന് അതിന് ഉള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ താറാവിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് വറുത്താണ് കുറച്ച് ചേർത്താണ് താറാവ് കറി വെക്കുന്നത് കേട്ടോ. പിന്നെ കിഴങ്ങിട്ട് നമ്മൾ താറാവ് കറി വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ചേറെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബീഫ് കൂടെ നമുക്ക് പിന്നെ കറി വെക്കാനുണ്ട്. അന്നേരം അതിന് വേണ്ടി ഞാൻ കുറച്ചേറെ സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ഞാനതിൽ നിന്ന് മാറ്റി കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ വറുത്ത് വെച്ചിട്ടില്ലായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതെല്ലാം വാടി വന്നപ്പം കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് ബേ ലീഫും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അന്നേരം നമ്മളിത് തേങ്ങാപ്പാലിനകത്താണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ കുറേ നാളായി താറാവ് മേടിച്ചിട്ട് കേട്ടോ. ക്രിസ്മസിൻ്റെ അന്ന് താറാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം നമുക്കിവിടെ പക്ഷിപ്പനിയൊക്കെ ആയതുകൊണ്ട് താറാവിനെ കുറേ നാളായി വാങ്ങിയിട്ട് ഇപ്പോഴാണ് നമ്മൾ വാങ്ങുന്നത് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ താറാവ് കൂട്ടം പോകുന്ന വീഡിയോ ഇട്ടില്ലായിരുന്നോ? അപ്പം നമുക്കിവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ വേണ്ടേ അതിനകത്തേക്ക് ഞാൻ മല്ലിപ്പൊടിയും ഒരു ശകലം മുളക് പൊടി, ഒത്തിരി വേണ്ട കേട്ടോ, കുരുമുളക് പൊടി, മസാലപ്പൊടി എല്ലാം ഇട്ട് വഴറ്റി തേങ്ങാപ്പാലൊഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച താറാവില്ലായിരുന്നോ, അതുകൂടി ഇട്ട് കൊടുത്തു. അന്നേരം ഞാനിതൊക്കെ വീഡിയോ എടുത്തേ കേട്ടോ. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും അതെല്ലാം മിസ്സായിപ്പോയി. അന്നേരം നമ്മളിതെല്ലാം വഴറ്റി തേങ്ങാപ്പാൽ ഒഴിച്ച് 1-ാം പാലും 2-ാം പാലും ഒഴിച്ച് പറ്റി വന്നിട്ടുണ്ട്. അന്നേരം നമ്മുടെ താറാവ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊന്ന് കടുക് താളിച്ച് കൊടുക്കാം കേട്ടോ. അന്നേരം ഇനിയിപ്പോൾ നമുക്ക് പാലപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല, കാരണം എപ്പോഴും നമ്മൾ കാണിക്കുന്നതല്ലേ. അന്നേരം നല്ല കള്ളപ്പമൊന്നുമല്ല, അല്ലാതെ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട് പച്ചരിയും തേങ്ങായും ചോറും ഒക്കെ അരച്ച് നല്ല അടിപൊളി പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ ന്യൂ ഇയറിൻ്റെ വിഭവങ്ങൾ ഇതൊക്കെയായിരുന്നു. ക്രിസ്മസിന് കാണിക്കണമെന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പറ്റിയില്ല. ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്, അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പാലപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം ഞാൻ ആദ്യം ഒരു പാലപ്പം ഇട്ട് കഴിഞ്ഞ് രണ്ടാമതെടുത്തപ്പോൾ അത് ഒന്ന് മുറിഞ്ഞു പോയി, അതെടുത്ത് മാറ്റി കേട്ടോ. ഹപ്പൂസിന് അത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ കഴിക്കാനൊക്കെ ഇരുന്നു. കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ആർക്കും വീഡിയോയുടെ മുൻപിൽ വരാൻ താല്പര്യമില്ലാതെ നാണം കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ടു. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു. പിന്നെ കുറേ ദിവസമായി തുണി കഴുകിയിട്ട് കേട്ടോ. അപ്പം തുണികളെല്ലാം ഇങ്ങനെ കൂടി കിടക്കുകയായിരുന്നു. അപ്പം പിന്നെ ഞാൻ തുണി കഴുകാൻ വേണ്ടി ഇറങ്ങി എല്ലാ തുണികളും കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കംഫർട്ടൊക്കെ മുക്കി നല്ല വെയിലാണിപ്പോൾ ഇവിടെ കേട്ടോ. ഇവിടെ ഒന്ന് വിരിച്ചിട്ട് നമുക്കിന്നൊരു ബീഫ് റോസ്റ്റ് കൂടെ ഉണ്ടാക്കണം. അന്നേരം ഞാൻ ബീഫ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് താറാവ് കറി ഇരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് ബീഫ് റോസ്റ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ മോരൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അന്നേരം ന്യൂ ഇയർ ആയിട്ട് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ വേറെ എങ്ങും പോയില്ല കേട്ടോ. അന്നേരം മക്കൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്കെല്ലാം പനിയാണ് കേട്ടോ. അന്നേരം മക്കൾ സ്കൂൾ തുറന്നേ പിന്നെ ഇതുവരെയായിട്ടും പോയിട്ടില്ല കേട്ടോ. 3 ദിവസമായി സ്കൂളിൽ പോയിട്ടില്ല. അന്നേരം ഞങ്ങൾക്ക് എല്ലാം പനിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് പോകാനൊക്കെ അപ്പൂസ് ഒരുങ്ങിയതാണ് കേട്ടോ. വീണ്ടും ഒരു വയ്യാഴികയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞെന്നാൽ ഇന്നിവിടെ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ നാളെ അവധിയല്ലേ. അങ്ങനെ അവർ അകത്തുണ്ട്. പിന്നെ ഞാൻ ആ തുണിയൊക്കെ ഒന്ന് മുക്കി വിരിച്ചു. ഈ തുണിയൊക്കെ കൂടി കിടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട്ടമ്മമാർക്കൊരു വെപ്രാളമാണല്ലേ. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീട്ടിലൊക്കെ പോയി പിന്നെ പള്ളി പരിപാടി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തുണി കഴുകുന്നുണ്ടായിരുന്നു. എന്നാലും കുറച്ച് തുണികളൊക്കെ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് കഴുകി വിരിച്ചിട്ടാൽ സമാധാനത്തോടെ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് പ്രവേശിക്കാമല്ലോ. അങ്ങനെ ഞാൻ തുണിയൊക്കെ മുക്കി വിരിച്ചു കേട്ടോ.
അന്നേരം ഇന്നലെ ഞാൻ വീഡിയോ കുറേ ദിവസം കൂടിയാണ് ഇട്ടത്, ഒരു 10-11 ദിവസം കൂടിയാണ് ഇട്ടത്. അന്നേരം നോട്ടിഫിക്കേഷനൊക്കെ കുറച്ച് പേർക്കൊക്കെ ചെന്നിട്ടുള്ളെന്ന് തോന്നുന്നു കേട്ടോ. കുറേ കൂട്ടുകാരൊക്കെ വീഡിയോ കാണാനുണ്ട്. അന്നേരം വീഡിയോ കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അന്നേരം നമ്മുടെ വീട്ടുവിശേഷങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. അന്നേരം ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല, എന്നാലും കുട്ടനാട്ടിലെ വീട്ടുകാര്യങ്ങളും വീട്ടുവിശേഷങ്ങളും പിന്നെ ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട്. അന്നേരം അവരൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നതല്ലേ. ഇത് നമ്മുടെ വളമാണ് അവിടെ ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ തുണികളൊക്കെ വിരിച്ചു. ഇനിയിപ്പം നമുക്ക് ബീഫ് ഞാൻ വേണ്ട കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം നല്ല ഇളം ബീഫായിരുന്നു. അന്നേരം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടിയും കൂടെ എല്ലാം ഒരുപാടല്ല കുറച്ച് തിരുമ്മി ആണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ചെറിയുള്ളിക്കകത്താണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. സവാള ഞാൻ എടുത്തായിരുന്നു, പക്ഷേ ഞാൻ എടുത്തില്ല. ചെറിയുള്ളി കുറച്ച് ഏറെ ഞാൻ ഇന്നലെ തന്നെ പൊളിച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഈ ചെറിയുള്ളി പൊളിക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്, പക്ഷേ നമുക്ക് ആവശ്യത്തിന് പൊളിച്ചല്ലേ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ ഞാൻ ചെറിയുള്ളിക്കകത്ത് തന്നെയാണ് ഈ ബീഫ് ഉണ്ടാക്കുന്നത്. ഞാൻ ബീഫിനകത്തേക്ക് ബീഫിനകത്തേക്കല്ല ഉള്ളിക്കകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ചട്ടി കിടന്ന് ഇങ്ങനെ ആടുന്നത് കേട്ടോ. സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഈ ഫോൺ അങ്ങ് എടുത്തു, കാരണം നമുക്ക് വെട്ടം തീരെ കിട്ടുന്നില്ല കേട്ടോ. ഇപ്പം എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻറ്റും കൊണ്ടാണെന്ന് തോന്നുന്നു. ചില വീഡിയോയ്ക്കൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വെട്ടക്കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഞാനതെടുത്ത് ഒരു കൈ പിടിച്ചിട്ടാണ് ഇത് ബീഫ് ഒലത്തുനിന്ന് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചട്ടി കിടന്നാടുന്നത്. അന്നേരം ഞാൻ അതിനകത്തേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഈ വെന്ത് വെച്ച ബീഫും കുറച്ച് വെള്ളം അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മളങ്ങ് മൊരിച്ചെടുക്കുന്നില്ല കേട്ടോ. ആ ഒരു ബ്ലാക്ക് കളറാകുന്നിടം വരെ ഒന്നും മൊരിച്ചെടുക്കുന്നില്ല, നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അന്നേരം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആദ്യം ഇട്ട് കൊടുത്തു, കുറച്ചുകൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ വെച്ച താറാവ് കറിയൊക്കെ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു, കാരണം തേങ്ങാപ്പാൽ ഒഴിക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് വളിക്കും കേട്ടോ. അതുകൊണ്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ആവശ്യത്തിന് നമുക്കെടുത്ത് ഉച്ചയ്ക്കാണേലും വൈകിട്ടത്തേക്കാണേലും എടുത്ത് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് കേടായിപ്പോകും കേട്ടോ. അന്നേരം ഞാൻ അതിനകത്തേക്ക് കുറച്ച് മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം മസാലയുടെ ഒരു കുത്ത് കുറവായിരുന്നു. അന്നേരം നമ്മുടെ ബീഫിന് നല്ല മസാലയുടെയും കുരുമുളകിൻ്റെയൊക്കെ നല്ല ഒരു എരിവ് വേണമല്ലോ. അന്നേരം ഞാൻ കുരുമുളകാണ് ഏറെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മോര് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം പിന്നെ വേറെ ഒന്നും ഞാൻ ഇന്നിനും വെച്ചിട്ടില്ല. അപ്പം നമ്മൾ ഉച്ചയായി, ഇനിയിപ്പം ചോറൊക്കെ കഴിക്കണം. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. ന്യൂ ഇയറിൻ്റെ അന്നത്തെ വിശേഷങ്ങളായിരുന്നു. ടാറ്റാ.